ഓഗസ്റ്റ് 14 വിഭജന ഭീകരത സ്മരണ ദിനമായി ആചരിക്കാൻ നിർദ്ദേശം. സർവകലാശാലകൾക്ക് രാജ്ഭവൻ നോട്ടീസ് അയച്ചു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിക്കൊണ്ട് ഓഗസ്റ്റ് 14 വിഭജന ഭീകരത സ്മരണ ദിനമായി ആചരിക്കണമെന്ന നിർദ്ദേശവുമായി ഗവർണർ രാജേന്ദ്ര അർലേക്കർ രംഗത്തെത്തി. സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളോടും ദിനാചരണം നടത്താൻ ഔദ്യോഗികമായി രാജ്ഭവൻ സർക്കുലർ പുറത്തിറക്കി. ഇതിനെതിരെ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഗവർണർ സമാന്തര ഭരണ സംവിധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് പ്രധാന ആരോപണം. അതേസമയം കഴിഞ്ഞ വർഷം UGCയും സമാനമായ നിർദ്ദേശം നൽകിയിരുന്നതായി ചൂണ്ടിക്കാട്ടി ഗവർണറുടെ നടപടിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. ഗവർണറുടെ സർക്കുലറിൽ ഓഗസ്റ്റ് 14 വിവിധ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും സെമിനാറുകൾ, ചർച്ചകൾ, നാടകങ്ങൾ, പ്രദർശനങ്ങൾ തുടങ്ങിയവ സർവകലാശാലകളിൽ നടത്തണമെന്നും നിർദ്ദേശിക്കുന്നു. ഇതിനായി VC-മാർ പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണമെന്നും എല്ലാ വൈസ് ചാൻസലർമാരും വിദ്യാർത്ഥികളും ദിനാചരണത്തിൽ പങ്കാളികളാകണമെന്നും കർശന നിർദ്ദേശമുണ്ട്. രാജ്യത്തിന്റെ വിഭജന സമയത്തുണ്ടായ ദുരിതങ്ങളെയും ആക്രമണങ്ങളെയും ഭീകരതയും ഓർമ്മിപ്പിക്കുന്നതിനും സമാധാനപരമായ സഹവർത്തിത്വത്തിന്റെ പ്രാധാന്യം ഊട്ടിയുറപ്പിക്കുന്നതിനുമാണ് ഈ ദിനാചരണം എന്നാണ് സർക്കുലറിലെ പ്രധാന വിശദീകരണം. ഗവർണറുടെ ഈ നീക്കത്തെ എതിർത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി. ഒരു ദിനാചരണം നടത്താൻ നിർദ്ദേശം നൽകാൻ ഗവർണർക്ക് അധികാരമില്ലെന്നും ഇത് ഭരണഘടനാപരമായ പരിധിക്കുള്ളിൽ നിന്നുള്ള നടപടിയല്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാരിനെ മറികടന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്വന്തം അജണ്ടകൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ഗവർണർ നടത്തുന്നതെന്നും മന്ത്രി ആരോപിച്ചു. ഇത് സംസ്ഥാന സർക്കാരിന്റെ അധികാരങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ഗവർണർ പദവിയുടെ അന്തസ്സിന് നിരക്കാത്ത പ്രവർത്തനങ്ങളാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം ഹനിക്കാനുള്ള ഗവർണറുടെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കത്തെ പലരും വിലയിരുത്തുന്നത്. ഗവർണറുടെ സർക്കുലർ പുറത്തിറങ്ങിയതോടെ ഭരണഘടനാപരമായ വിഷയങ്ങളിലും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലും പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഗവർണർക്ക് സർവകലാശാലകളുടെ ചാൻസലർ എന്ന നിലയിൽ ഇത്തരം നിർദ്ദേശങ്ങൾ നൽകാനുള്ള അധികാരമുണ്ടോ എന്ന വിഷയമാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്നത്. ചാൻസലർ എന്ന നിലയിൽ സർവകലാശാലകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗവർണർക്ക് ഇടപെടാൻ അധികാരമുണ്ട്. എന്നാൽ വിദ്യാഭ്യാസ നയങ്ങൾ രൂപീകരിക്കുകയും ദിനാചരണങ്ങൾ പോലുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയും ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിലാണെന്നും വിമർശകർ വാദിക്കുന്നു. മുൻകാലങ്ങളിൽ UGCയും കേന്ദ്ര സർക്കാരും ഓഗസ്റ്റ് 14 വിഭജന ഭീകരത സ്മരണ ദിനമായി ആചരിക്കാൻ സർവകലാശാലകളോട് നിർദ്ദേശിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഇത് സംബന്ധിച്ച UGCയുടെ സർക്കുലർ സർവകലാശാലകളിലും എത്തിയിരുന്നുവെങ്കിലും കേരളത്തിലെ സർവകലാശാലകൾ ഇത് നടപ്പിലാക്കിയിരുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ മൻ കി ബാത്ത് പ്രസംഗത്തിൽ ഈ ദിനാചരണത്തെക്കുറിച്ച് സംസാരിച്ചതോടെയാണ് ഇതിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചത്. 1947 ഇന്ത്യയുടെ വിഭജന സമയത്തുണ്ടായ ലക്ഷക്കണക്കിന് ആളുകളുടെ പാലായനത്തെയും ജീവാപഹാരത്തെയും ഭീകരതകളെയും ഓർമ്മിപ്പിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യമെന്നാണ് പ്രധാനമന്ത്രി അന്ന് വിശദീകരിച്ചത്. ഇത്തവണ ഗവർണർ നേരിട്ട് സർക്കുലർ ഇറക്കിയതിനാൽ അത് നടപ്പിലാക്കാനുള്ള സമ്മർദ്ദം സർവകലാശാലകൾക്ക് മേൽ വർദ്ധിച്ചിട്ടുണ്ട്. സർവകലാശാല ഭരണസമിതികളും വൈസ് ചാൻസലർമാരും ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ഉറ്റുനോക്കപ്പെടുന്നു. സർക്കാരിന് താൽപര്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന വൈസ് ചാൻസലർമാർ ഗവർണറുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ വിമുഖത കാണിച്ചേക്കാം. എന്നാൽ ഗവർണറുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകാൻ പലരും മടിക്കാനും സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെയും സംഘപരിവാർ സംഘടനകളുടെയും ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ ദിനാചരണത്തെ പലരും കാണുന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും ഒരു പ്രത്യേക രാഷ്ട്രീയ വീക്ഷണകോണിൽ നിന്ന് വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങളാണ് ഇതിലൂടെ നടക്കുന്നതെന്ന് വിമർശകർ ആരോപിക്കുന്നു. വിഭജന ഭീകരതയെ ഓർമ്മിപ്പിക്കുന്നത് ഒരു നല്ല കാര്യമാണെങ്കിലും അതൊരു പ്രത്യേക രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി അടിച്ചേൽപ്പിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. വിദ്യാർത്ഥി സംഘടനകളും ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിട്ടുണ്ട്. SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ഗവർണറുടെ ഈ നീക്കത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഗവർണർ നടത്തുന്നത് അനാവശ്യമായ ഇടപെടലുകളാണെന്നും ഇത് വിദ്യാർത്ഥികളുടെ സ്വതന്ത്രമായ ചിന്താശേഷിയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണെന്നും വിദ്യാർത്ഥി സംഘടനകൾ ആരോപിക്കുന്നു. ചുരുക്കത്തിൽ ഗവർണറുടെ സർക്കുലർ സംസ്ഥാന രാഷ്ട്രീയത്തിലും വിദ്യാഭ്യാസ മേഖലയിലും വലിയ ചർച്ചകൾക്കും ഏറ്റുമുട്ടലുകൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകാൻ ഇത് കാരണമായേക്കാം. സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, രാഷ്ട്രീയ അജണ്ടകൾ, വിദ്യാഭ്യാസത്തിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഈ വിവാദത്തിലൂടെ വീണ്ടും പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇനി ഈ വിഷയത്തിൽ സർവകലാശാലകളും സർക്കാരും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഈ വിഷയം എങ്ങനെ മുന്നോട്ട് പോകുമെന്നും ഇത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഗവർണറുടെ ഈ നടപടി സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്.